നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. കലിദിനസംഖ്യ വരുന്നത് 18,72,533ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 ആണ്ട് വൃശ്ചിക മാസം 3-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 28-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 19-ാം തീയതിയാണ്. ഇന്ന് തിഥി ചതുർദശി തിഥിയാണ്. കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയാണ്. രാവിലെ 9:43 വരെ ആണ്. തുടർന്ന് അമാവാസി തുടങ്ങുകയായി. നക്ഷത്രം വരുന്നത് ചോതി നക്ഷത്രമാണ്. രാവിലെ 7:59 വരെയുള്ള സമയത്താണ്. തുടർന്ന് വിശാഖം നക്ഷത്രമാണ്. കരണം പുള്ളുകരണമാണ്. രാവിലെ 9:43 വരെയുള്ള സമയത്താണ് പുള്ളുകരണമുള്ളത്. നിത്യയോഗം സൗഭാഗ്യനാമ നിത്യയോഗമാണ്. രാവിലെ 9 മണി വരെയാണ് സൗഭാഗ്യനാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേല തന്നെയാണ്. ഹേമന്ത ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ദിവസം ബുധനാണ്. ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:22:57 ഉദയം വരുന്നു. വൈകിട്ട് 5:55:35 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 32 38 ഈ ഉദയാസ്തമയങ്ങളും ദിനമാനവും പറഞ്ഞിട്ടുള്ളത് മധ്യ കേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും മാറുന്തോറും ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 12:09 തുടങ്ങിയിട്ട് 1:35 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 10:42 തുടങ്ങി 12:09 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 7:49 തുടങ്ങി 9:16 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ആകയാൽ അത് ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:45 തുടങ്ങി 12:07 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് 12:11 മുതൽക്ക് 12:33 വരെയാണ് ഈ അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങൾ ഇല്ലാതെ വരികിൽ അന്നേ ദിവസം ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പോരൂരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെയും അവർ ഇന്ന് ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ചോതി നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമാണ്. എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും ശാന്തികർമ്മങ്ങൾക്കും അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നൂതന ഭൂഷണധാരണം, യാത്ര, വിദ്യാരംഭം മുതലായവയ്ക്കൊക്കെ അനുകൂലമാണ്. ഇത് ചതുർദശിയാണ്. ചതുർദശിക്ക് ശില്പകർമ്മങ്ങൾ അതുപോലെ അസ്ത്രശസ്ത്രാദികൾ മുതലായവയാണ്. എന്നാൽ 9:43 വരെ മാത്രമാണ്. തുടർന്ന് അമാവാസിയാണ്. അമാവാസി തിഥിക്ക് ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. അന്ന് മഹാദാനം നടത്തുക, അതുപോലെ തന്നെ പിതൃകർമ്മങ്ങൾ നടത്തുക ഒക്കെയാണ് അമാവാസിക്ക് വിധിച്ചിട്ടുള്ളത്. നമസ്കാരം.